ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ടൈമിൽ അവർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ, ബാച്ചിലേഴ്സിന് റെഡിയാക്കാൻ പറ്റിയ, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കാണിക്കുക എന്നുള്ളത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ അവരെ ആ ഒരു ഒപ്പീനിയൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് മടിയും കൂടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവർക്ക് വേണ്ടിയിട്ടൊരു റെസിപ്പി ചെയ്യാം, പിന്നെ എൻ്റെ മടിയും മാറുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഞാൻ അതിന് വേണ്ടി ആദ്യം തന്നെ 3 മുട്ട ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 5 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത്യാവശ്യം പഴുപ്പുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി നല്ല പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ കുറച്ച് ആ ഒരു തക്കാളിൻ്റെ ഒരു പുളി ഉണ്ടല്ലോ, അത് ഒരു മുന്നിട്ട് നിൽക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നല്ലൊരു പഴുത്ത തക്കാളി ആണെങ്കിൽ എടുക്കലാവും നല്ലത്. പിന്നെ തക്കാളിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ തക്കാളി ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പീൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ തക്കാളി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് ഫ്ലെയിമിൻ്റെ കാര്യം. എനിക്ക് തന്നെ അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ. ഫ്ലെയിം എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്, ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ സ്കിന്നിങ്ങനെ വിട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ പറയുന്നത് തക്കാളി പകുതിയായി വെച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാലും ഈസി ആയിരിക്കും കേട്ടോ. 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇനി തക്കാളി ഒരു ഫോർക്കോ സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടക്കണം കേട്ടോ. പിന്നെ ഇനി കുക്ക് ചെയ്തിട്ടുള്ള തക്കാളി പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ആക്കിയത്. ഇത് 2 ആൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ നമ്മളിത് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയുക, തക്കാളി പോലെ തന്നെ ഉള്ളി നന്നായിട്ട് ആ ഒരു തക്കാളിൻ്റെ കൂടെ അങ്ങ് മെൽറ്റായിട്ട് വരണം ആ ഒരു ഉള്ളിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് വെള്ളം നല്ലോണം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. അത് ഏകദേശം ഒരു കുക്കായി വരുന്ന ടൈമിൽ ഇനി ഇതിലേക്ക് മുട്ട ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് മോസറല്ല ചീസ്, അതും പിന്നെ നമ്മളൊരു പ്രോസസ്ഡ് ചീസ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ഒരിഗാനോയും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ എന്താ പറയുക, പച്ചമുളകാണ് ഞാനിങ്ങനെ വെക്കുന്നത്. അത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് നല്ലതായിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് പിടിക്കും. ഇനിയിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതൊരു ടർക്കിഷ് ഡിഷാണ് മെനേമൻ. അപ്പോൾ ഇത് കൂടുതലും ചെയ്യുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗിലാണ്. അപ്പോൾ ഞാനിന്ന് ബോയിൽഡ് എഗ്ഗ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. ബ്രെഡ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കഴിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡും. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയിലായിട്ട് വരുന്നവരേക്കും. സീ യു, ബൈ.